മോനെ വിടടാ നിന്റെ പെണ്ണിനെ. ഇതിപ്പോ എന്താ അവസ്ഥ? എന്താ ഇവിടെ നടക്കണേ? ഒന്നും തിരിയാതെ നിൽക്കുന്നല്ലേ? അതന്നെയാ എൻ്റെ അവസ്ഥ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സീൻ. അതായത് കുറച്ചൊന്നും പറയുന്നില്ല, 1 മാസം പിറകിലോട്ട് പോകാം. ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് ഞാനിപ്പോ ചാവേ. കർത്താവേ രക്ഷിക്കണേ, ഞാനിതാ നിന്റെ അടുത്തേക്ക് വരുന്നത്. ഇവനെ കൊണ്ട് മാത്യു കുറച്ചും കൂടി നടക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത്ര വെള്ളം കുടിക്കാം. അക്കു, നിന്റെ മാമൻ പറഞ്ഞ ബംഗ്ലാവ് എവിടെടാ? ഇവിടെ മൊത്തം കുറ്റിക്കാണ്ടല്ലാണ്ട് ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. അതന്നെയാ ഞാനും നോക്കണേ. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഇവിടെ എവിടെയോ ആണ്. ശരി, അപ്പൊ നമ്മ എന്തും കണ്ടിട്ട് കക്കാൻ കയറണേ? അതിന് എന്തോ മറന്ന പോലൊരു തോന്നൽ. നമ്മ മോഷ്ടിക്കാനല്ലേ വന്നത്? ഒച്ചയും ബഹളും ആക്കിയിട്ട് ഇല്ലാത്ത ആൾക്കാരെ വിളിച്ച് വരുത്തണ്ട. മാമൻ പറഞ്ഞ പോലെ ആ വീട്ടിൽ കയറുക, മാപ്പ് എടുക്കുക, കൊടുക്കുക. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു വീട്ടിൽ കയറി കക്കേണ്ട ആവശ്യം വരില്ല. ജുനു, അക്കുതേ നോക്കിയടാ, ഇതല്ലേ ആ വീട്? ബോസ്, ഞാൻ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലാണ്. അവര് ബസ് കയറി ഏതൊരു കുറ്റിക്കാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്. എന്തോന്ന് കുറ്റിക്കാട്ടിലേക്കാ? ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ പങ്കാളി കൂട്ടി ബസ് കയറിയത് കുറ്റിക്കാട്ടിലേക്കാ? അത് തന്നെയാണ് ബോസ് എനിക്കും അറിയാത്തത്. ആ സ്ഥലത്തിന്റെ പേര് കാരക്കാട്. എന്തോള് പേര് ഇതെല്ലാം. നീ എന്തായാലും അവിടെ നിൽക്ക്, ഞാനും വരുന്നു. എന്നിട്ട് ഒരുമിച്ച് ആ സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് എന്റെ പെങ്ങളെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരണം. അടച്ചോനെ, ഇത് വീടാണ് ബംഗ്ലാവാണ്? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പേടിക്കാൻ ഇത് പ്രേത ബംഗ്ലാവ് ഒന്നല്ല, ആൾതാമസമുള്ള വീട് തന്നെയാ. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ് അക്കു? ആ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അയ്യോ, എനിക്ക് മുള്ളാൻ മുട്ടത്. എനിക്ക് ഇപ്പൊ മുള്ളണം. തലച്ച് ഇവിടെ മൊത്തം കാടല്ലേ, എങ്ങോട്ടെങ്കിലും പോയിട്ട് വാ. കാടോ? എനിക്ക് ബാത്റൂം വേണം. നിന്റെ അപ്പം തോമാച്ചനിടെ കെട്ടിപ്പണിതിട്ടുണ്ടല്ലോ നിനക്ക് ബാത്റൂം. വെറുതെ തന്തയ്ക്ക് വിളയിട്ട്. നീ വാട ജുനു. ഓൻ പോയിട്ട് വരുമ്പോഴൊക്കെ ദോ നിക്കണ കടയില് നമുക്കൊന്ന് അന്വേഷണം നടത്തിയിട്ട് വരാം.